ബഹളം ഒക്കെ തന്നെയാണ്. നമ്മോടൊപ്പം ഇവിടുത്തെ തൃശ്ശൂർ പൂരത്തിന്റെ എക്സ് പ്രവർത്തകർ കൂടി ചേർന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചറിയാം. എല്ലാ പൂരപ്രേമികൾക്കും നമസ്കാരം. ഞങ്ങളെ ഈ കാണുന്ന വളണ്ടിയേഴ്സ്, നമ്മൾ 1500-ൽ പരം വളണ്ടിയേഴ്സ് ഉണ്ട്. ഇത് നമ്മളുടെ സ്ട്രക്ചർ ടീമാണ്. പൂരത്തിന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, അതേപോലെ തന്നെ മടത്തിൽ വരവ്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കൂട്ടമായിട്ടുള്ള ആളുകളുടെ ഉണ്ടാവുമെന്ന് അറിയാലോ. അതിനകത്ത് കുഴഞ്ഞു വീഴുന്ന ആളുകൾ, വെള്ളം കിട്ടാതെയും മറ്റ് പ്രശ്നങ്ങളാലും കുഴഞ്ഞു വീഴുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ഈ മടക്കി വെച്ചിട്ടുള്ള സ്ട്രെച്ചർ നിർത്തി അതിനകത്ത് അവരെ ഒരു കേടും കൂടാതെ കൊണ്ട് നമ്മൾ 2 ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആക്സിനെ സംബന്ധിച്ച് നമ്മുടെ 20 ബ്രാഞ്ചുകളും വളരെ സക്രിയമായിട്ട് തന്നെ പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 24 മണിക്കൂറും സൗജന്യമായിട്ട് ആക്സിൻ്റെ ഓഫീസിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൂരത്തിന് വരുന്ന എല്ലാവർക്കും 24 മണിക്കൂറും നിർത്താതെ കണ്ട് വെള്ളത്തിന് യാതൊരു വക ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതും നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഓരോ പോയിന്റുകളിലും നമ്മുടെ ആംബുലൻസുകൾ തയ്യാറാണ്. എന്ത് തരത്തിലുള്ള അപകടങ്ങൾ വന്നാലും നമ്മൾ 1500 പരം വളണ്ടിയേഴ്സ് കൂടി അവരെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പൂരത്തിന് ഞങ്ങളുടെ ദൗത്യം. അത് ഒരു 6-7 വർഷമായിട്ട് ഈ സ്ട്രെച്ചർ ടീം വളരെ കൃത്യമായിട്ട് പൂരത്തിൽ പങ്കെടുക്കുന്ന മുഖങ്ങളായി കാണുന്നതൊക്കെ 1500-ൽ പരം ആളുകളുണ്ട് നമ്മുടെ ആക്സിഡന്റ് വളണ്ടിയേഴ്സായിട്ട്. സ്ട്രെച്ചർ ടീമിന് 20-25ഓളം പേരുകളുണ്ട്. ഇപ്പൊ അവിടെ ഫയർഫോഴ്സിന്റെ സിവിൽ ഡിഫൻസ് ടീമിനെയും കണ്ടു. അതെ, അവരും നമ്മളൊക്കെ ആയിട്ട് യോജിച്ചിട്ടാണ്. വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്നാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. തൃശ്ശൂരിന്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുകയാണ്. മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവര് തൃശ്ശൂരിനെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളതിനെ ഉത്തമ മാതൃകയായിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചും അവരോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൂരത്തോടനുബന്ധിച്ച്. കുറച്ചും ആരൊക്കെ പാട്ട് പാടുന്നതൊക്കെ കേട്ടായിരുന്നു. ഇവിടെ ഒരു കലാവാസന മണക്കുന്നുണ്ട്. എന്തായാലും പാട്ട് പാടുന്നവര് അതവര് 1-2 പേരുണ്ടായിരുന്നു. അവര് ഡ്യൂട്ടി ആയിട്ട് പോയി. രാവിലെ എത്ര മണിക്കായിരിക്കും ഡ്യൂട്ടിയിൽ കയറുന്നത്? നമ്മള് ഇന്ന് 7 മണി തൊട്ട് ഡ്യൂട്ടി. നാളെ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് കഴിയുന്ന വെടിക്കെട്ടും കഴിഞ്ഞിട്ട് ഇവരുടെ സേവനം അവസാനിക്കും. രാത്രി പൂരത്തിനുണ്ട്, അതേപോലെ തന്നെ പുലർച്ചെ വെടിക്കെട്ടിന് ഉണ്ട്. പിന്നെ ഉപചാരം ചൊല്ലി പിരിയുന്നവരെ ഇവര് ഈ ഡ്രസ്സാൽ തന്നെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇത്തവണത്തെ തൃശ്ശൂർ പൂരവും കളറാണ്. യെസ്, അതെ, അടിപൊളിയാണ്. നമ്മുടെ തവണയും തൃശ്ശൂർ പൂരം കളറായിട്ട് പൊടിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ആവേശം അതിന്റെ രീതിയിൽ തന്നെ വന്നു തുടങ്ങി. കുടമാറ്റം അടുത്തപ്പോഴത്തേക്ക് ഇവിടെ ജനങ്ങളൊക്കെ കൂടി ഇപ്പം ആ ഒരു ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ എടുത്തു പറയണ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ എക്സ് പ്രവർത്തകരായാലും സിവിൽ ഡിഫൻസിന്റെ പ്രവർത്തകരായാലും തന്നെ ഇവരെല്ലാം പൈസ നോക്കാതെ അല്ലെങ്കിൽ 1 രൂപ പോലും സേവനം മാത്രമാണ്, അല്ലെങ്കിൽ പൈസ നോക്കാതുള്ള ഒരു സേവനമാണ്. അത് നമ്മൾ എടുത്തു പറയണം. അതിപ്പോ കുറച്ചധികം വർഷമായി ഇവരിപ്പോ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ തൃശ്ശൂരിലുണ്ട്. ഇത് ഈ ഒരു 36 മണിക്കൂർ നീണ്ട പൂരം കഴിയുന്നവരെ ഇവരുടെ സേവനം നമുക്ക് ലഭ്യമാകും തന്നെയാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, ഈ ഒരു കുടമാറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ സൂചി വീണാ പോലും കാണാൻ പറ്റാത്തത്ര തിരക്കായിരിക്കും തൃശ്ശൂരിൽ ഉണ്ടാകുക. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് അറിയാം, വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തലകറങ്ങി വീഴുന്നതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇവരുടെ സേവനം നമുക്ക് ഈ ഒരു പൂരം കഴിയുന്നവരെ ഇവരുടെ സേവനം തൃശ്ശൂർക്കാർക്ക് ലഭ്യമാകും. തൃശ്ശൂർക്കാർക്കല്ല, തൃശ്ശൂർ വരുന്ന എല്ലാവർക്കും ലഭ്യമാകും എന്നാണ്. സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിലാണ് ആളുകളുടെ അല്ലെങ്കിൽ ഈ ആരാധകരുടെ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ വരവ് എന്ന് വേണം പറയാൻ. കാരണം കൃത്യമായ രീതിയിൽ വെള്ളവും അവർക്ക് വിശ്രമിക്കാനുള്ള സംഭവങ്ങളെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് വിഭാഗമാകട്ടെ, ഇപ്പോൾ നിഷ്കർമ്മ ധർമ്മ സേവനമാകട്ടെ, എല്ലാ രീതിയിലും 1 രൂപ പോലും സേവനം പ്രതീക്ഷിക്കാതെ തൃശ്ശൂരിലേക്ക് വന്ന മക്കളെ സുരക്ഷിതമായിട്ട് അവരുടെ വീട്ടിലെത്തേക്കാൻ 1500 ജീവനക്കാരാണ് ഇതിലുള്ളത്. അവരുടെ സേവനം ഈ ഒരു പൂരം കഴിയുന്നവരെ തൃശ്ശൂരിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മോടൊപ്പം വേറൊരു കലാകാരൻ കൂടി ചേരുന്നുണ്ട്. റിയാസ്, തൃശ്ശൂർ കൃഷ്ണകുമാർ എന്ന് പറയുന്നത്